So for the next 30 to 40 minutes, we learn how to be silently hearing God's word. And that's so important. So it'll be fantastic time that we are going to hear how we're going to run the race, as I told yesterday. So we are going to hear that message. So this morning we're just going to study a beautiful passage, very close to the finish of Hebrews. ഇന്ന് പകൽക്കാലം നാം നല്ല ഒരു വേദാധ്യായം പഠിക്കാനായിട്ട് പോവുകയാണ്. I think it is a bit muffled for Vinay. Just reduce his bass. He's already having a lot of bass. Yeah. Have you run a race? നിങ്ങൾ ഒരു ഓട്ടം ഓടിയിട്ടുണ്ടോ? ഒരു ഓട്ട മത്സരം? How many of you have never run a race in your life? ഒരിക്കലും ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? My daughter Brianna came to me last week and told me, Dada, I don't want to go to school tomorrow. കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ താല്പര്യമില്ല എന്ന്. I asked her, what is it? ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? There is a running race. അവിടെ ഓട്ട മത്സരം സ്കൂളിലുണ്ട്. You know, so some of us didn't like it. On that particular day, we don't want to go to school. ചിലർക്ക് ആ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് അന്ന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. Some children want to go to school only on the sports day. ചില പിള്ളേർക്കാണെങ്കിൽ അന്നുള്ള സ്പോർട്സ് ദിവസം മാത്രമേ സ്കൂളിൽ പോകാൻ താല്പര്യമുള്ളൂ. I was one like that. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. You know, always outdoor running around. എപ്പോഴും പുറത്തു പോവുക, ഓടിക്കളിക്കുക. If you ask me how many prizes I got, I may not have got so many. എനിക്ക് എത്ര സമ്മാനം ലഭിച്ചു നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് സമ്മാനങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ലഭിച്ചിട്ടില്ല. But it's fantastic being out and doing some things. എന്നാൽ അങ്ങനെ പുറത്തു പോയി ഓടിക്കളിക്കുന്ന വളരെ രസമുള്ള കാര്യമാണ്. Running the race is one important thing that you see in the Bible. വചനത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക, ഓടുക എന്നുള്ളത്. Probably the race is very similar to what we run on a sports field. നമ്മൾ ഇവിടെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഓട്ട മത്സരത്തിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു ഓട്ടമായിരിക്കും അത്. 1 Corinthians chapter number 9 says this word. 1 കൊരിന്തി 9 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, everyone who runs may not get a prize. ഓടുന്ന എല്ലാവർക്കും ബിരുദം ലഭിക്കണമെന്നില്ല. But we run thinking that we will get a prize. എന്നാൽ നമുക്ക് ബിരുദം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നാം ഓടുന്നത്. Everyone may not get it, but we should run with the hope that we will get the prize. എല്ലാവർക്കും ബിരുദം ലഭിക്കണമെന്നില്ല, എന്നാൽ നാം ഓടുമ്പോൾ അത് ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടി വേണം ഓടുവാൻ. So today my message is run your race successfully. എന്റെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓട്ടം നിങ്ങൾ വിജയകരമായി ഓടുക എന്നുള്ളതാണ്. Everybody say run your race successfully. എല്ലാവർക്കും പറയാം, നിങ്ങളുടെ ഓട്ടം ഓടുക. Chapter number 12 of Hebrews would be the primary text. എബ്രായ ലേഖനം 12 അധ്യായത്തിൽ നിന്നായിരിക്കും ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. I may go around a bit, but basically it will be chapter number 12. ഞാൻ അവിടെയും ഇവിടെയുള്ള വചനങ്ങൾ എടുത്ത് സംസാരിക്കുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ അധ്യായത്തിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. There are 4 important principles that you and I need to know. നാം അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട തത്വങ്ങളുണ്ട്. To run the race, we need to have these 4 important things. ഓട്ടം നന്നായി ഓടുവാൻ വേണ്ടി 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. From chapter number 12, 12 അധ്യായത്തിൽ നിന്നും it starts off like this. അത് ഇങ്ങനെ തുടങ്ങുന്നു, For we have a cloud of witness. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. There is a cloud of witness. സാക്ഷികളുടെ വലിയ ഒരു സമൂഹം. So when you run the race, അതുകൊണ്ട് നാം ഓട്ടം ഓടുമ്പോൾ you need to take examples from people who have run the race before us. നമുക്ക് മുമ്പ് ഓട്ടം ഓടി തികച്ചവരെ നാം മാതൃകയാക്കേണ്ടതുണ്ട്. You don't want to reinvent a wheel. നാം പുതിയ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. We need to just learn from the things that people have gone through. നമുക്ക് മുൻപേ പോയ വ്യക്തികളെ നമുക്ക് മാതൃകയാക്കി മുന്നോട്ട് പോകാം. Bible, the word of God is filled with examples. ദൈവത്തിന്റെ വചനത്തിൽ അനേക ഉദാഹരണങ്ങൾ നമുക്ക് മാതൃകയായി കാണിച്ചിട്ടുണ്ട്. Chapter number 11 that we studied is a beautiful chapter talking about so many people. 11 അധ്യായം നാം പഠിച്ചു. വളരെ മനോഹരമായ നല്ല വ്യക്തികളെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. They were successful people at the end. അവർ വിജയികളായിട്ടുള്ള വ്യക്തികളായിരുന്നു. They were victorious people at the end. അവർ ജയാളികളായിരുന്നു. But you know, they were weak people. നിങ്ങൾക്കറിയാമോ, അവർ അതേസമയം ബലഹീനരായിരുന്നു. They were people who went through failures. അവർ പരാജയങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളുണ്ടായിരുന്നു. They had stories and stories to tell impossible things.
അസാധ്യങ്ങളുടെ കഥകൾ പലതും ഉണ്ടായിരുന്നു. But at the end, they became victorious. എന്നാൽ അവസാനം അവർ വിജയിക്കുക തന്നെ ചെയ്തു. Today, when you and I are running the race, ഇന്ന് നാം ഓട്ടം ഓടുമ്പോൾ we need to take examples from the ones who ran the race before us. നമുക്ക് മുൻപേ ഓട്ടം ഓടി തികച്ചവരെ വിജയിച്ചവരെ നാം മാതൃകയാക്കേണ്ടതുണ്ട്. Many are written in the Bible, ഒരുപാട് പേരെ വചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. and many are living around us. പലരും നമ്മുടെ ചുറ്റും ഇന്നും ജീവിക്കുന്നു. Many just died couple of years before. പലരും മരിച്ചുപോയി കഴിഞ്ഞ വർഷങ്ങളിൽ. It is good to remember people who have run the race. എന്നാൽ ഓട്ടം ഓടിയ വ്യക്തികളെ ഓർക്കുന്നത് നല്ല കാര്യമാണ്. Some of them ran the race successfully. പലരും ഓടി വിജയികളായി തീർന്നു. Some of them failed their races. എന്നാൽ പലരും പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. You can study from both those people. രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും നമുക്ക് മാതൃകകൾ ഉൾക്കൊള്ളാം. If you run like this, നാം ഇങ്ങനെ ഓടിയാൽ you can become successful. നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. If you run like this, എന്നാൽ നാം ഇന്ന രീതിയിൽ ഓടിയാൽ you will become a failure. നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ. So it is okay to see the people who went through failures as well. അതുകൊണ്ട് പരാജയപ്പെട്ടു പോയവരെയും കണ്ടുപഠിക്കുന്നത് നല്ല കാര്യമാണ്. It is not only people who have become successful who can give us lessons. വിജയിച്ചവർ മാത്രമല്ല നമുക്ക് പാഠങ്ങൾ സമ്മാനിക്കുന്നത്. Even the failed people can give us lessons. പരാജയപ്പെട്ടു പോയവരിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും. What is the lessons you will get from a failed person? എന്ത് പാഠമാണ് പരാജയപ്പെട്ട ഒരു വ്യക്തിയിൽ നാം പഠിക്കുന്നത്? Don't go like that. അങ്ങനെ പോകരുത്. Don't do that. ആ വഴികളിലൂടെ If സഞ്ചരിക്കരുത്. you do that, നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചാൽ you will become a failure. നിങ്ങൾ പരാജയപ്പെട്ടു പോകും. There are people in the race, in the sports outside, ഇവിടെ കായിക മേളകളിൽ പങ്കെടുക്കുന്ന പല വ്യക്തികളുമുണ്ട്. who have taken drugs, അവര് ഉത്തേജന മരുന്നുകൾ കഴിച്ചവർ, who have eaten different food, കഴിക്കുവാൻ പാടില്ലാത്ത പല ആഹാരങ്ങളും കഴിച്ചവർ, who have led immoral life. മാതൃകയില്ലാത്ത ജീവിതം നയിച്ചവർ. Even they have jumped out of quarantine these days. ഇപ്പൊ ഈ ക്വാറന്റീനിൽ നിന്ന് പോലും അവർ പുറത്ത് കടന്നു പോകുന്ന Some of those things that these people have done അങ്ങനത്തെ കാര്യങ്ങൾ പ്രവർത്തിച്ച ആ വ്യക്തികൾ are not great examples. അവർ നമുക്ക് നല്ല മാതൃകയല്ല. But I'll tell you, these are learning things. എന്നാൽ ഞാൻ പറയട്ടെ, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. Today I want everybody to understand we can learn things from people around us. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള പല വ്യക്തികളിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ കഴിയുമെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. So one of the secret that we are going to learn today, നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ, you need to be aware of the people around. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. To run the race, നല്ല ഓട്ടമോടുവാൻ you need to be aware of the people around. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ച് നമുക്കൊരു ബോധ്യം So ഉണ്ടാകണം. what do you need to have? എന്താണ് നമുക്ക് ആവശ്യം? You need to have good eyes. നമുക്ക് നല്ല കണ്ണുകൊണ്ടാകണം. You need to have good ears. നമുക്ക് നമ്മുടെ ചെവി തുളഞ്ഞിരിക്കണം. Less of the mouth. എന്നാൽ കുറച്ച് മാത്രം സംസാരിക്കാം. Don't talk anything about them. അവരെ കുറിച്ച് നാം മോശമായിട്ടൊന്നും സംസാരിക്കരുത്. You can hear stories after stories. നമുക്ക് പല കഥകളും കേൾക്കുവാനായിട്ട് കഴിയും. You can see things after things. നമുക്ക് പല കാര്യങ്ങളും കാണുവാനായിട്ട് സാധിക്കും. Then come to the word of God. എന്നാൽ വചനത്തിലേക്ക് തിരിച്ചു വന്ന് Why are they doing what they're doing? അവർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കും. Why are they doing that thing? എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു എന്ന് Is it exactly like the word of God? അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണോ? And what was the result of their journey? അവരുടെ യാത്രയുടെ ഫലം എന്തായിരുന്നു? Were they successful or did they destroy? അവർ വിജയിച്ചോ അതോ പരാജയപ്പെട്ടോ? Today, if at all you and I can evaluate and learn, ഇന്ന് നമുക്ക് അവരെ വിലയിരുത്തി പഠിക്കുവാൻ സാധിക്കുമെങ്കിൽ you and I will become a successful person. നമുക്കും വിജയിക്കുവാനായിട്ട് സാധിക്കും. You and I can run the race successfully. നമുക്ക് നമ്മുടെ ഓട്ടം ഓടി വിജയിക്കുവാൻ I സാധിക്കും. don't want anyone with a failure story here. നമ്മുടെ ആരുടെയും കഥ ഒരു പരാജയത്തിന്റെ കഥയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. You would have thought you will end up as a failure. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന്. But I think the word of God is very clear here. You are going to be a success in the name of Jesus. എന്നാൽ ഞാൻ പറയട്ടെ, വചനം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഒരു ജയാളിയാകുവാൻ പോകുന്നു. You must understand your surroundings. നിങ്ങളുടെ ചുറ്റുപാടിനെ നിങ്ങൾ മനസ്സിലാക്കണം. There was a David. ഒരു ദാവീദ് ഉണ്ടായിരുന്നു. There was a Moses. ഒരു മോശ ഉണ്ടായിരുന്നു. There was a Abraham. ഒരു അബ്രഹാം ഉണ്ടായിരുന്നു. There were many people in chapter number 11. 11-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. Today we need to learn stories and learn things from their lives. അവരുടെ ജീവിതത്തിൽ നിന്ന് നാം പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. Somebody came to me and said, Pastor, ആരോ എന്നോട് പറഞ്ഞു, there is no much story about how divorced people can go through their life.
വിവാഹ മോചനം നേടിയ വ്യക്തികൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് അധികം വചനത്തിൽ പറയുന്നു. Every stories are talking about many things. ഓരോ കഥകളും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. But how I am divorced, I am single, what will happen to me? It's not written in the Bible. എന്നാൽ ഞാൻ വിവാഹമോചിതനാണ്, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനെക്കുറിച്ച് വചനത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. Just I went to that person and I told him, read the book of Genesis. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം വായിക്കുക. It is not clearly mentioned that word divorce. വിവാഹമോചനം എന്ന വാക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. But there was a relationship breakup. എന്നാൽ ഒരു ബന്ധം വേർപിരിയലിനെ കുറിച്ച് അവിടെ പറയുന്നു. Between Abraham and Hagar. ഹാഗാറും അബ്രഹാമും തമ്മിലുള്ള ബന്ധം വേർപെടുന്നതിനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. What happened on that particular day? ആ ദിവസം എന്താണ് സംഭവിച്ചത്? Abraham gave her some water. അബ്രഹാം അവൾക്ക് കുറച്ച് വെള്ളം കൊടുത്തു. And some bread. കുറച്ച് അപ്പവും കൊടുത്തു. And send her out of the house. എന്നിട്ട് അവള് ഭവനത്തിൽ നിന്നും പുറത്തു പോകാൻ പറഞ്ഞു. Relationship breakup. ആ ബന്ധം അവളെ വേർപെട്ടു. What happens to Hagar? ഹാഗാറിന് എന്ത് സംഭവിച്ചു? Abraham was not bothered. അബ്രഹാം അതിനെക്കുറിച്ച് വിചാരപ്പെട്ടില്ല. What happens to Ismail? ഇസ്മായിൽ എന്ത് സംഭവിച്ചു? Abraham was not bothered. അബ്രഹാം അതിനെക്കുറിച്ചും വിചാരപ്പെട്ടില്ല. Abraham had only one thing to say. അബ്രഹാമിന് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. I obeyed my wife, pastor. എന്റെ ഭാര്യയെ ഞാൻ അനുസരിച്ചു. Sarah said, push them out. സേറ പറഞ്ഞു, അവളെ പുറത്താക്കുക. I pushed them out. ഞാൻ അവളെ പുറത്താക്കി. On that journey, ആ യാത്രയിൽ Bible says like this. വചനം ഇങ്ങനെ പറയുന്നു, What Abraham gave got over. അബ്രഹാം കൊടുത്ത കാര്യങ്ങൾ തീർന്നുപോയി. The bread got over. അപ്പം തീർന്നുപോയി. The water got over. വെള്ളവും തീർന്നുപോയി. I said to that brother, ഞാൻ ആ സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, sometimes what you get from the other partner, ചില സമയത്ത് മറ്റേ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് everything will be over. അതെല്ലാം തീർന്നു പോകും. But you know what Hagar did? She cried out to the Lord. എന്നാൽ ഹാഗാർ എന്താണ് ചെയ്തത്? അവൾ ദൈവത്തോട് നിലവിളിച്ചു. What Abraham gave just stayed little time. അബ്രഹാം കൊടുത്തത് കുറച്ച് നേരത്തേക്ക് മാത്രം നിലനിന്നു. But what God did stayed forever. എന്നാൽ ദൈവം കൊടുത്തത് അത് എന്നേക്കും നിലനിന്നു. But that is not a story to recommend a divorce. എന്നാൽ അത് ഒരു വിവാഹ മോചനത്തിന് വേണ്ടി റെക്കവർ ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. Sometimes without your fault somebody may leave you. ചില സമയത്ത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലാതെയും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വിട്ടു പോയിരിക്കാം. Sometimes without you doing nothing, your husband or your wife may chuck you out. ചില സമയത്ത് നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വിട്ടു പോയിരിക്കാം. And the message is for you, my brother, for you, my sister. എന്നാൽ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സഹോദര സഹോദരി. Don't worry, even in the wilderness, my God will provide. നിങ്ങളുടെ പ്രയാസഘട്ടത്തിലും നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിക്കൊള്ളും. That stream will never go dry. നിങ്ങളുടെ ആ ഉറവ നിന്നു പോകുകയില്ല. Bible is a book which is given to us in every situation, for every situation. ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത് നാം കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒന്നാണ്. But it is the way that you see the word in your situation. എന്നാൽ നിങ്ങൾ അത് എങ്ങനെ നിങ്ങളുടെ സാഹചര്യത്തെ നോക്കിക്കാണും എന്നതിനെ ബന്ധിച്ചിരിക്കും. But the answer is there in the Bible. എന്നാൽ നിങ്ങളുടെ സാഹചര്യത്തിന് വേണ്ട മറുപടി, ഉത്തരം വചനത്തിൽ തന്നെ ഉണ്ട്. You know the word of God says, if you know the truth will set you free. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് സത്യം അറിയാമെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. Sometimes you and I could not become free because you and I don't read the word of God properly. പലപ്പോഴും നമുക്ക് സ്വതന്ത്രരാവാൻ കഴിയാത്തത് നാം വചനം വേണ്ട വിധം വായിക്കാത്തതുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടാണ്. So in order to run the race, അതുകൊണ്ട് ഓട്ടം നന്നായിട്ട് ഓടുവാൻ വേണ്ടി you need to see your surrounding. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമുക്ക് നല്ല There is a cloud of witness. അവിടെ ഒരുപാട് ചുറ്റുപാട് നല്ലൊരു സാക്ഷികൾ, വലിയ സമൂഹം. How did that sister respond in that situation? ആ സഹോദരൻ എങ്ങനെയാണ് ആ പ്രത്യേക സാഹചര്യത്തോട് പ്രതികരിച്ചത്? You and I can also do that. നമുക്കും അത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. Sometimes the situation will be different. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കാം. But if you start evaluating, things may be looking similar. എന്നാൽ നാം ആ സാഹചര്യത്തെ വേണ്ടും വിധം വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. And the next one is you need to know yourself. അടുത്തതായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. Number one, you need to know the surrounding. ഒന്നാമതായിട്ട് നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. Number two, you need to know yourself. രണ്ടാമത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കണം. Are you able to run?
നിങ്ങൾക്ക് ഓടുവാൻ കഴിയുമോ? Are you too fat that you can't run? നിങ്ങൾക്ക് വളരെ വണ്ണമുള്ള ശരീരമാണോ നിങ്ങൾക്ക് ഓടുവാൻ Are you കഴിയുമോ? too old you can't run? നിങ്ങൾക്ക് ഓടുവാൻ കഴിയാത്തവണ്ണം നിങ്ങൾക്ക് പ്രായം അധികമാണോ? You remember our brother Michael who died a couple of years back, remember? ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നമ്മുടെ സഹോദരൻ മൈക്കിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? He was one among the bronze medalists for New Zealand in Olympics. ന്യൂസിലൻഡിന് വേണ്ടി ഒളിമ്പിക്സിൽ ഓട്ട് മെഡൽ നേടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. He has run. I have all his medals with me. അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ മെഡലുകളും എന്നെ കാണിച്ചു തരാനായി തീർന്നു. It is with me. എന്റെ കയ്യിലുണ്ട് ഇപ്പോൾ. Okay, so I love to see those medals. ആ മെഡൽ കാണുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. But he was getting older and older. എന്നാൽ അദ്ദേഹത്തിന് പ്രായം കൂടി വന്നപ്പോൾ He was having prostate cancer. അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിടിപെട്ടു. His wife is a Fijian Indian. ഒരു ഫിജി ഇന്ത്യൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. So he was in Fiji those days. അദ്ദേഹം അക്കാലങ്ങളിൽ ഫിജിയിലായിരുന്നു. And he was in his house with his wife. അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ He is a good man. He knows how to run. അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തിന് നന്നായി ഓടുവാൻ അറിയാം. And he was waiting. അദ്ദേഹം ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. One day a robber just jumped into his property. ഒരു ദിവസം ഒരു കള്ളൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കടക്കുവാനിടയായി. And it is not for a major robbery. One big plantain, you know, the banana, he chopped it and he took it and ran. വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടി വന്നതല്ല ആ കള്ളൻ. എന്നാൽ ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ട് പോകാനിടയായി തീർന്നു. Michael knew he can run faster. മൈക്കിൾ അറിയാം അവൻ നന്നായിട്ട് ഓടാൻ കഴിയുമെന്ന്. You know, he is a New Zealand Kiwi fellow, nice muscles. He knew he can run. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് ഓടുവാൻ അറിയാം. And that robber is a young Fiji guy. He was also running. ആ കള്ളൻ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഫിജിക്കാരനായിരുന്നു. അവനും ഓടാൻ അറിയാം. Our brother Michael ran behind him. മൈക്കിൾ അവന്റെ പുറകെ ഓടുവാനിടയായി തീർന്നു. That fellow probably would be 16 years old. ആ വ്യക്തി ആ കള്ളന് ഏകദേശം ഒരു 16 വയസ്സ് മാത്രമേ പ്രായം കാണുകയുള്ളൂ. Michael is 70 years old. മൈക്കിളിന് 70 വയസ്സ് പ്രായമുണ്ടെന്ന്. But he thought he can run. എന്നാൽ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് ഓടുവാൻ കഴിയുമെന്ന്. Mentally he knew he can run. അദ്ദേഹത്തിന്റെ ചിന്തയിൽ അങ്ങനെയായിരുന്നു. But physically he could not run. എന്നാൽ ശാരീരികമായിട്ട് അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. Maybe 15 to 20 steps fast. ഏകദേശം 50-20 അടി മുന്നോട്ട് വെച്ചു. He had a massive stroke and fell down. അദ്ദേഹത്തിന് വലിയൊരു സ്ട്രോക്ക് ഉണ്ടായി താഴെ വീഴുവാൻ ഇടയായി തീർന്നു. And that is how he went into the Fiji hospital. അങ്ങനെയാണ് അദ്ദേഹം ഫിജി ആശുപത്രിയിൽ ചെന്നെത്തുവാനിടയായി തീർന്നത്. When he went to the Fiji hospital, they understood he was an overstayer in Fiji. അങ്ങനെ ഫിജി ആശുപത്രിയിൽ കടന്നുപോയപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് വിസ കഴിഞ്ഞു പോയി. And the story ended, he was deported back to New Zealand. അങ്ങനെ അവസാനം അദ്ദേഹത്തെ അവിടുന്ന് ഇങ്ങോട്ട് ന്യൂസിലൻഡിലേക്ക് And after some years I had to bury my dear friend Michael. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു പോവുകയും ഞാൻ അദ്ദേഹത്തെ Always I told Michael, you thought you could run, but you did not know your body. ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയുമായിരുന്നു, മൈക്കിൾ നിങ്ങൾക്ക് ഓടാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷേ നിങ്ങളുടെ ശരീരം ബലഹീനമായിരുന്നു. You need to know your life as well. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. In order to run, you need to know yourself. നന്നായിട്ട് ഓടുവാൻ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാകണം. Don't see pastor and run. പാസ്റ്ററെ നോക്കിക്കൊണ്ട് ഓടരുത്. Don't see that brother, this brother and run. മറ്റാരെങ്കിലും നോക്കിക്കൊണ്ട് ഓടരുത്. Know your body and run. നിങ്ങളുടെ ശാരീരിക ക്ഷമത മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓടുവാൻ. I may be able to run faster than you. നിങ്ങളെക്കാൾ നന്നായിട്ട് ഒരു പക്ഷേ ഓടുവാൻ എനിക്ക് കഴിഞ്ഞേക്കാം. I may be able to run stronger than you. നിങ്ങളെക്കാൾ നന്നായി വേഗതയിൽ എനിക്ക് ഓടുവാൻ സാധിച്ചേക്കാം. But God has called you to run the race and He has given enough strength for you to run your race. എന്നാൽ നിങ്ങളെയും ഒരു നല്ല ഓട്ടം ഓടുവാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുകയാണ്. അതിന് വേണ്ട ബലം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. In order to know yourself, നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി there are 3 steps. 3 പടികളുണ്ട് അതിന്. One is preparation. ഒന്ന് ഒരുങ്ങുക. Everybody say preparation. എല്ലാവർക്കും പറയാം ഒരുക്കം. Come on, preparation. ഒരുക്കം. Without preparation, please don't run. ഒരുക്കം കൂടാതെ, തയ്യാറെടുപ്പ് കൂടാതെ ഓടരുത്. I know the result will be fantastic. എനിക്കറിയാം അതിന്റെ അവസാനം, അതിന്റെ ഫലം വളരെ നല്ലതായിരിക്കും. The reward that God will give is wonderful. ദൈവം തരുന്ന പ്രതിഫലം വലുതായിരിക്കും. But I don't want you to collapse in between. എന്നാൽ ഓട്ടത്തിനിടയിൽ നിങ്ങൾ വീണു പോകുവാൻ എനിക്ക് ആഗ്രഹമില്ല. So you need to prepare. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങണം. In your spiritual race you need to prepare. നിങ്ങളുടെ ആത്മീയ ഓട്ടത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം. Just as the sports outside, how preparation is so important, in the spiritual race also the preparation is very important.
കായിക ഓട്ടങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം നാം തയ്യാറെടുക്കുന്നു അത്രമാത്രം തന്നെ പ്രധാനപ്പെട്ടതാണ് ആത്മീക ഓട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. What is the preparation for the spiritual race? എന്താണ് ആത്മീക ഓട്ടത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്? What is the relevance of prayer in the spiritual race? പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ് ആത്മീക ഓട്ടവുമായി ബന്ധപ്പെട്ട്? What is the relevance of reading the word of God in the spiritual race? വചനം വായിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് What ആത്മീക is ഓട്ടം? the importance of worshiping in spiritual race? ആത്മീയമായി ആരാധിക്കുന്നതിനുള്ള പ്രാധാന്യം എന്താണ്? What is the importance of fellowship in spiritual race? കൂട്ടായ്മയുടെ പ്രാധാന്യം എന്താണ്? There are so many things that you and I need to prepare. നാം ഒരുങ്ങേണ്ടതായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. In preparation, ഒരുക്കത്തിൽ what you need to do is you need to say no to some things. നിങ്ങൾക്ക് ഒരുക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് വേണ്ട എന്ന് പറയേണ്ടി വരും. If you want to run a fast race, നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു ഓട്ടം ഓടേണ്ട ആവശ്യമുണ്ടെങ്കിൽ you must stop KFC, McDonald's, burgers and all fast food. നിങ്ങൾ KFC, McDonald's തുടങ്ങിയ ബർഗർ അങ്ങനെ തുടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. I don't know how many athletes they eat every day burger. എനിക്കറിയില്ല എത്ര കായിക താരങ്ങൾ എന്നും ബർഗർ കഴിക്കുമെന്ന്. If you ask them, do you like burger? നിങ്ങൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ബർഗർ ഇഷ്ടമാണോ എന്ന് They ചോദിച്ചാൽ would be loving to eat a pizza and a burger. അവർക്ക് പിസയോ ബർഗറോ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. But because it is their preparation, എന്നാൽ ഇതൊരു തയ്യാറെടുപ്പ് ആയതുകൊണ്ട് they must say no to certain food. ചില കാര്യങ്ങൾ അവർക്ക് വർജിക്കേണ്ടതായിട്ട് വരും. You can't stay late in the night watching a movie. നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാതെ വളരെ താമസിച്ച് കിടക്കാൻ കഴിയില്ല. Next day is the race. അടുത്ത ദിവസം നിങ്ങൾക്ക് മത്സരമാണ്. You can't stay 2 o'clock watching the movie. സിനിമ കണ്ടുകൊണ്ട് രാത്രി 2 മണിക്ക് ഇരിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക്. Some of the sports people can't even live with their partners. You know that? ചില കായിക താരങ്ങൾക്ക് അവരുടെ ജീവിത പങ്കാളിയോട് കൂടി താമസിക്കാൻ പോലും കഴിയുകയില്ല. You need to leave your partner and go to the sports camps. നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ വിട്ട് ആ സ്പോർട്സ് ക്യാമ്പിലേക്ക് പോകേണ്ടതായിട്ട് വരും. All the distractions you need to push away in the preparation. നിങ്ങളെ അലട്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് നിങ്ങൾ തയ്യാറെടുപ്പിന് പോകേണ്ടി വരും. In the spiritual journey as well, preparation needs separation. ആത്മിക യാത്രയിലും തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേർപെടുക എന്നുള്ള. Come on, everybody say preparation needs separation. തയ്യാറെടുപ്പിനായിട്ട് വേർപാട് ആവശ്യമാണ്. It may look as a rhyming word, but it's a very important word. അത് പ്രാസം ഒപ്പിച്ചുള്ള ഒരു വാക്കായിട്ട് തോന്നും, എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട When കാര്യമാണ്. you're preparing, you separate from some things. നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ വേർപാട് ആചരിക്കണം. And without that separation, whatever you prepare will not be fruitful. വേർപാട് കൂടാതെ നിങ്ങൾ എത്രമാത്രം തയ്യാറെടുത്താലും അത് ഫലം കാണുകയില്ല. One day, you know the Sonny Bill Williams? ഒരു ദിവസം നിങ്ങൾ He doesn't watch rugby, so it's okay. Sonny Bill Williams is a very big man in New Zealand rugby. ഈ പറഞ്ഞ വ്യക്തി ഒരു വളരെ വലിയ ശരീരമുള്ള ആളായിരുന്നു ന്യൂസിലൻഡ് റഗ്ബിയിൽ. He was found in one of the McDonald's recently. ഇവിടുത്തെ ഒരു McDonald's അദ്ദേഹത്തെ ഒരു ദിവസം കാണുവാനിടയായി തീർന്നു. And somebody came to him and said, "Oh, you eat McDonald's." ആരോ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, "ഓ, നീ McDonald's കഴിക്കുമോ?" New Zealand Herald doesn't have a lot of news, but this is the news, okay? ന്യൂസിലൻഡ് ഹെറാൾഡിന് ഒത്തിരി വാർത്തകളൊന്നും അന്ന് പ്രസിദ്ധീകരിക്കാനില്ലായിരുന്നു, അതുകൊണ്ട് ഇത് വാർത്തയാക്കി. And Sonny Bill Williams said, "Today is my cheat day." അദ്ദേഹം പറഞ്ഞു, ഇന്ന് എന്റെ ചീറ്റ് ഡേ ആണ്. I did not eat for 3 months, so today I am going to eat. ഞാൻ 3 മാസത്തേക്ക് ഇതിനെക്കുറിച്ച് ഇത് കഴിച്ചില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ ആഘോഷിക്കാൻ പോവുകയാണ്, കഴിക്കാൻ പോവുകയാണ്. For Sonny Bill Williams, one day there was a cheat day. അദ്ദേഹത്തിന് ഒരു ദിവസം അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു. For a believer, there is not even a single day called a cheat day. ഒരു വിശ്വാസിക്ക് അത്തരത്തിലുള്ള ഒരു ദിവസം പോലുമില്ല. Because every day you are in the race. കാരണം എന്നും ഓരോ ദിവസവും നാം ഓട്ടക്കളത്തിലാണ്. No interval, no stop in the race. അതിനൊരു ഒരു ഇന്റർവെൽ ഇല്ല, ഒരു മുടക്കമില്ല. The devil will say, cheat this day, cheat that day, but you must say, no, I will not cheat. സാത്താൻ നിങ്ങളോട് പറയും, ഈ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഈ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, പക്ഷെ അങ്ങനെ ഒരു കാര്യമില്ല. So preparation needs separation. അതുകൊണ്ട് തയ്യാറെടുപ്പിന് വേർപാട് ആവശ്യമാണ്. An athlete needs to prepare, and for prepare he needs to be separate. കായിക താരങ്ങൾ തയ്യാറെടുക്കേണ്ടത് ആവശ്യമാണ്, തയ്യാറെടുപ്പിന് വേർപാടും ആവശ്യമാണ്. In separation, not only in food, വേർപാടിൽ ഭക്ഷണം മാത്രമല്ല, sometimes in relationships. ചില സമയങ്ങളിൽ ബന്ധങ്ങളിലും വേർപാട് ആചരിക്കണം. That is what the Bible says. അതാണ് വചനം പറയുന്നത്. When you are following me, നിങ്ങൾ എന്നെ അനുഗമിക്കുമ്പോൾ, some of you will be going away from your fathers, from your mothers, from your relatives. ചിലർ നിങ്ങളെ ബന്ധുമിത്രാദികളെയോ മാതാപിതാക്കളെയോ വിട്ടുപിരിയേണ്ടതായിട്ട് വരും. Some of you are very blessed. You did not need to leave anybody.
നിങ്ങളിൽ ചിലർ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ഒന്നും തന്നെ ആരെയും തന്നെ വിടേണ്ടി വന്നിട്ടില്ല. But some of you would have gone through some hard times, leaving all your dear ones to follow Jesus. എന്നാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന വ്യക്തികളെ വിട്ടുപിരിയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. Preparation needs separation. തയ്യാറെടുപ്പിന് വേർപാട് ആവശ്യമാണ്. And in that separation, it can be food, it can be clothes, it can be relation, it can be atmospheres. അതുപോലെ ആ വേർപാടുമായി ബന്ധപ്പെട്ട് അത് ഭക്ഷണമായിരിക്കാം, ബന്ധമായിരിക്കാം, വസ്ത്രമായിരിക്കാം, മറ്റെന്തുമായിരിക്കാം. And chapter number 12 says like this: 12-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, throw away everything that is entangling you. നിങ്ങളുടെ വിശുദ്ധിയെ ബാധിക്കുന്ന എല്ലാത്തിനും നിങ്ങൾ എറിഞ്ഞു കളയണം. You throw away everything that is taking you going forward. സകല ഭാരങ്ങളും വിട്ട് നിങ്ങൾ മുന്നോട്ട് ഓടണം. I like to wear a suit. എനിക്കൊരു സൂട്ട് ധരിക്കാൻ ആഗ്രഹമുണ്ട്. Imagine I am standing in a race course with a suit on me. നിങ്ങൾ ഓർത്ത് നോക്കുക, ഒരു റേസ് കോഴ്സിൽ ഞാൻ സൂട്ടൊക്കെ ഇട്ട് നിന്നാൽ എങ്ങനെ ഇരിക്കും? Will I win the race? എനിക്ക് ആ ഓട്ടം ജയിക്കാൻ കഴിയുമോ? Even if you are very shameful person, നിങ്ങൾ വളരെ നാണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും you need to remove your shirt, നിങ്ങളുടെ ഉടുപ്പൊക്കെ മാറ്റേണ്ടി വരും. you remove your pants, നിങ്ങളുടെ പാൻറ്റൊക്കെ മാറ്റേണ്ടി വരും. you need to be in a very minimum clothes. വളരെ കുറച്ച് വസ്ത്രം മാത്രം നിങ്ങൾ ധരിക്കേണ്ടി വരും. Those days my parents never used to show me even some of the sports, ഈ അന്നത്തെ കാലത്ത് എൻ്റെ മാതാപിതാക്കൾ ചില കായിക മത്സരങ്ങൾ പോലും എന്നെ കാണിക്കാനിടയാക്കിയിട്ടില്ല. because the dress that they wear is very minimal. കാരണം അവർ ധരിക്കുന്ന വസ്ത്രം വളരെ ചുരുങ്ങിയതായിരിക്കും. Especially Olympic swimming I have never seen. പ്രത്യേകിച്ച് ഒളിമ്പിക്സിലെ സ്വിമ്മിംഗ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. My parents will close the TV and say, this is all immoral stuff, what are you watching? എന്റെ മാതാപിതാക്കൾ പറയും, ഇത് അശുദ്ധമായ കാര്യമാണ്, നീ എന്താണ് കാണുന്നത്? അവർ Little did they know in swimming they can't put the pant and the shirt and swim. എന്നാൽ നീന്തുമ്പോൾ ഒരിക്കലും പാന്റും ഷർട്ടും ഇട്ട് നീന്താൻ കഴിയുകയില്ല എന്ന് അവർ ചിന്തിച്ചില്ല എന്ന്. One day I and my family along with brother Sunil and his family went on a boat trip. ഒരു ദിവസം സുൽഭന്റെ കുടുംബവും എന്റെ കുടുംബവും തമ്മിൽ ഒരുമിച്ച് ഒരു ബോട്ട് യാത്രയ്ക്ക് പോകാനിടയായി തീർന്നു. And the journey was a very beautiful journey. അത് വളരെ സന്തോഷകരമായ നല്ലൊരു യാത്രയായിരുന്നു. He was wearing a jeans pant. അദ്ദേഹം ഒരു ജീൻസ് ആണ് ധരിച്ചിരുന്നത്. And his pant was fully wet. അദ്ദേഹത്തിന്റെ പാന്റ് മുഴുവനായിട്ട് നനയുവാനിടയായി തീർന്നു. And he could not even move forward because that much his pant was wet. അത് വളരെയധികം നനഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് നടക്കുവാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. Imagine he is going to swim with a jeans pant. ഓർത്ത് നോക്കൂ, അദ്ദേഹം ഈ ജീൻസ് ധരിച്ചുകൊണ്ട് ഒരു നീന്തുവാൻ പോവുകയാണെങ്കിൽ some things we have to throw it away. ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട്. Even what you like, നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും, your suit you like, you throw it. നമ്മുടെ സൂട്ട് എല്ലാം നമുക്ക് മാറ്റേണ്ടി വരും. Your clothes you like, throw it. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമുക്ക് മാറ്റണം. Be in the minimum clothes. വളരെ കുറച്ച് വസ്ത്രം മാത്രം. What is it talking about? എന്താണ് പറഞ്ഞു വരുന്നത്? Some sin that we like. ചില പാപങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ. Some sins we like. ചില പാപങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. Some relationships we like. ചില ബന്ധങ്ങൾ നമുക്ക് ഇഷ്ടമാണ് തുടരുവാൻ. Some sights we like. ചില കാഴ്ചകൾ നമുക്ക് ഇഷ്ടമാണ്. Some movies we like. ചില സിനിമകൾ നമുക്ക് ഇഷ്ടമാണ്. Children, some games you like. കുട്ടികൾക്ക് ചില കളികൾ ഇഷ്ടമാണ്. You know, some of the computer games. ചില കമ്പ്യൂട്ടർ കളികൾ. Some of the games that you play every day. ചില കളികൾ നിങ്ങൾ എന്നും കളിക്കുന്ന ചില കളികൾ. They are not the right games. അത് കളിക്കുവാൻ നല്ല കളികളല്ല. It looks very tempting. അത് നമ്മളെ വളരെ ആകർഷിക്കുന്ന കളികളായിരിക്കും. It looks very flashy. അത് വളരെ രസമുള്ളതായിരിക്കും. But some of the games have the devil inside. എന്നാൽ ചില അതുപോലത്തുള്ള കളികളിൽ പിശാച് അതിലുണ്ട്. And when you play those games, നമ്മൾ അത് കളിക്കുമ്പോൾ you will be very addicted. നമ്മൾ അതിന് അടിമയായി തീരാനിടയായി തീരും. Some of the games are having some names which I was seeing. ചില കളികളുടെ പേര് ഞാൻ ശ്രദ്ധിക്കാനിടയായി തീർന്നു. Very horrible games and those names. വളരെ മോശമായിട്ടുള്ള പേരുകളാണ് ഇതിന്. And most of the teenage boys and girls love to play those games. എന്നാൽ നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും അത് കളിക്കാനായിട്ട് because it is quite interesting. അത് വളരെ രസമുള്ള കാര്യമായിട്ടാണ്. With the gun you can shoot down 20 people. ആ തോക്ക് വെച്ച് നിങ്ങൾക്ക് 20 പേരെ ഒരേ സമയത്ത് വെടിവെക്കാൻ കഴിയും. You can occupy some camps. You can occupy some camps. നിങ്ങൾക്ക് ചില ക്യാമ്പുകൾ പിടിച്ചെടുക്കാൻ കഴിയും. You can journey forward and forward. നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാനായിട്ട് സാധിക്കും. Without killing, Bible talks, you can go forward. നിങ്ങൾക്ക് കൊല്ലുവാൻ കഴിയാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. But the devil talks about violence and violence given to our children through games. എന്നാൽ പിശാച് അക്രമം കളികളുടെ രൂപത്തിൽ നമ്മളുടെ കുട്ടികളിൽ കൊണ്ടുവരുന്നു. I want parents to be very aware of these things. മാതാപിതാക്കൾ ഈ കാര്യങ്ങളെ കുറിച്ച് വളരെയധികം ബോധവാന്മാരായിരിക്കണം. ഞാൻ parents, if you don't think what your children are playing right now, നിങ്ങളുടെ കുട്ടികൾ കളിക്കുന്ന എന്താണെന്ന് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ,
It will be a very hard thing to get them back. പിന്നീട് അവരെ പുറമോട്ട് അതിൽ നിന്ന് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. One of the month we had gadget free month. How many parents loved it? I don't know. നമുക്ക് ഗാഡ്ജറ്റ്സ് ഫ്രീ മാസം എന്നൊരു മാസം ഉണ്ടായിരുന്നു. And I know the children didn't like it at all. എനിക്കറിയാം കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. Some of the things that we do may not like you. നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. But those things that we do will make you become a successful person. എന്നാൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരു ജയാളിയാക്കി തീർക്കുവാനാണ്. I'm not just talking about the little children and their games, young men, young women, the things that you see on the internet. ഞാൻ കൊച്ചുകുട്ടികളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ചെറുപ്പക്കാരായ നിങ്ങളും കാണുന്ന പല കാര്യങ്ങൾ. What we see on the internet. നാം ഇന്റർനെറ്റിൽ കാണുന്ന പല കാര്യങ്ങൾ. Have you seen advertisement popping up quite often? പരസ്യങ്ങൾ പലപ്പോഴും പൊങ്ങി വരുന്ന നാം കണ്ടിട്ടുണ്ടോ? On the either sides of our computer screen. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അതൊക്കെയും പൊങ്ങി വരുന്നു. These are not great advertisements. അതൊന്നും വളരെ നല്ല പരസ്യങ്ങളല്ല. Why the devil is trying to put those seeds into our lives so that our race will never be successful. ആ പിശാച് അത്തരത്തിലുള്ള വിത്തുകൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത് നമ്മുടെ ഓട്ടത്തിൽ നാം പരാജയപ്പെട്ടു പോകാൻ വേണ്ടിയാണ്. Number 1, you need to know your surrounding. ഒന്നാമതായിട്ട് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. Number 2, you need to know yourself. രണ്ടാമത് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. Are you able to run the race? നിങ്ങൾക്ക് ഓട്ടമോടുവാൻ കഴിയുന്നുണ്ടോ? Are you running fast race or slow race? നിങ്ങൾ വേഗത്തിൽ ഓടുന്ന ഓട്ട മത്സരത്തിലാണോ പതുക്കെ പോകുന്ന ഓട്ട മത്സരത്തിലാണോ പങ്കെടുക്കുന്നത്? How is your preparations going behind the race? നിങ്ങളുടെ തയ്യാറെടുപ്പ് എങ്ങനെ പോകുന്നു? I may not know how you are going, but you know how you are doing. എനിക്കൊരു പക്ഷേ അറിയില്ല നിങ്ങൾ എങ്ങനെ ഓടുന്നുവെന്ന്, പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെ പോകുന്നു. You can show me you are wonderful, but internally you know who you are. എന്റെ മുമ്പിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അഭിനയിക്കാം, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. I'll tell you a story before I go to the third one. മൂന്നാമത്തെ പടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കഥ പറയാം. One of the race I went, ഞാൻ പോയ ഒരു ഓട്ട മത്സരം I acted as if I was the best sports person. ഞാൻ ഏറ്റവും നല്ല കളിക്കാരനായിട്ട് ഞാൻ അഭിനയിച്ചു. I wore the shorts which is exactly how a sports person wears. കായിക താരങ്ങൾ ധരിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ഞാൻ ധരിച്ചു. The singlets, വേണ്ട എല്ലാ വസ്ത്രവും, shoes with studs, ഷൂസ് എല്ലാം അത്തരത്തിലുള്ളത്. and I was standing in the race. ഞാൻ ആ മത്സരത്തിൽ അവിടെ നിൽക്കുകയായിരുന്നു. Only I knew others can run faster than me. മറ്റുള്ളവർക്ക് എന്നേക്കാൾ വേഗത്തിൽ ഓടുവാൻ കഴിയുമെന്ന് എനിക്ക് മാത്രം അറിയാമായിരുന്നു. And when I stood there, I was doing a bit of exercise. ഞാൻ ഇതുപോലുള്ള ആക്ഷൻസ് ഒക്കെ കാണിച്ച് ഞാൻ വലിയ മിടുക്കനാണെന്ന് My കാണിച്ചു. neighbors thought that this fellow can run faster. എന്റെ അടുത്തുള്ളവർ വിചാരിച്ചു പോയി ഇവന് നന്നായിട്ട് ഓടും. But only I know I can't run എനിക്ക് anything. മാത്രമേ അറിയാമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ നന്നായിട്ട് ഓടാൻ കഴിയില്ല. Some people come to church like that. ചിലർ ആരാധനയ്ക്ക് കടന്നു വരുന്നത് അതുപോലെയാണ്. Your neighbor will think, man, this fellow is a super spiritual fellow. അടുത്തുള്ള ആളുകൾ വിചാരിക്കും ഇവൻ വളരെ ആത്മീയനായ വ്യക്തിയാണല്ലോ എന്ന്. And we will look at him and say, God, man, pastor, you know, he's very spiritual. അടുത്തിരിക്കുന്ന വ്യക്തി വിചാരിക്കും അയ്യോ അവൻ വളരെ നല്ല ആത്മീയനാണല്ലോ, ഞാൻ അങ്ങനെ അല്ലല്ലോ. Only pastor will know who I am. പാസ്റ്ററിന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ആരാണെന്ന്. People can act in front of anybody. ആളുകൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കുവാൻ സാധിക്കും. But the result will show who you are. എന്നാൽ അന്തിമ ഫലം കാണിച്ചു തരും നിങ്ങൾ. The result is very important. അന്തിമ ഫലമാണ് പ്രധാനപ്പെട്ടത്. Please don't act in the presence of God. ദൈവസ്ഥാനത്തിൽ ഒരിക്കലും അഭിനയിക്കരുത്. If you want help, take help. നിങ്ങൾക്ക് സഹായം ആവശ്യമാണെങ്കിൽ സഹായം If you want support, take support. നിങ്ങൾക്ക് സഹായം ആവശ്യമാണെങ്കിൽ നിങ്ങൾ If you want somebody to pray with you, say, Pastor, I want somebody to pray with me. നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണെങ്കിൽ പാസ്റ്ററോട് പറയണം, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. If you want a mentor over your life, say, Pastor, I want a mentor over my life. നിങ്ങൾക്ക് ഒരു ഉപദേശം ആരെങ്കിലും നിന്ന് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അത് പറയണം. It is very important because we are a family. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം നാം ഒരു കുടുംബമാണ്. Some people after committing suicide, the neighbor will say, oh, I didn't know this fellow was going through some hard things. ചില വ്യക്തികളുടെ ആത്മഹത്യയെ കുറിച്ച് കേൾക്കുമ്പോൾ ചില വന്ന് പറയാറുണ്ട്, ഓ എനിക്ക് അറിയാമായിരുന്നു അദ്ദേഹം വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്ന്. In our church, we need to support each other. ഈ സഭയിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും. The other day I said, if at all you don't know how to pray, we will put on the website how to pray. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ വെബ്സൈറ്റിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഇടാൻ പോവുകയാണ്. Everybody doesn't know how to pray. എല്ലാവർക്കും എങ്ങനെ പ്രാർത്ഥിക്കണം അറിയില്ല. But it's okay to learn from each other. നാം മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്ന നല്ല കാര്യമാണ്. We are there to teach. We are
there to learn from you people. നാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്, പഠിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. Don't act supra spiritual when you don't have anything inside. നാം വലിയ ആത്മീയരായിട്ട് അഭിനയിക്കരുത് നമ്മുടെ ഉള്ളിൽ ആത്മീയത ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ I can be wearing a white and cloth and coming here, but I may be having nothing in my heart. എനിക്ക് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുവാൻ കഴിയും, പക്ഷേ എന്റെ ഉള്ളിൽ പക്ഷേ ഒന്നുമില്ലായിരിക്കും. So this morning I pray that none of us will be actors, but we will be runners who will be running for the glory. ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, നാം ആരും അഭിനേതാക്കളാകാതിരിക്കട്ടെ, എന്നാൽ നമ്മുടെ ഓട്ടം നമുക്ക് ശ്രദ്ധയോടെ ഓടി വിജയികളായി തീരാം. Number 3, you need to know the rules of the race. മൂന്നാമതായിട്ട് ഓട്ടത്തിന്റെ നിയമങ്ങൾ നാം അറിഞ്ഞിരിക്കണം. Number 1, you need to know the surrounding. ഒന്നാമതായിട്ട് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് ബോധ്യമുണ്ടാകണം. Number 2, you need to know about yourself. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. Number 3, you need to know the rule of the race. മൂന്നാമതായിട്ട് ഓട്ടത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. How should I run? What should I run to win the race? എങ്ങനെ ഓടണമെന്ന്, ഓട്ടം ജയിക്കാൻ എങ്ങനെ ഓടണമെന്ന് അറിഞ്ഞിരിക്കണം. For example, ഉദാഹരണത്തിന് it's a 1500 meter race. 1500 മീറ്റർ ഓട്ടമാണെങ്കിൽ How should I start? എങ്ങനെ ഞാൻ തുടങ്ങണം? Come on, somebody help me. How should I start, John? How should I start 1500 meter race? If it is too slow, വളരെ പതുക്കെയാണെങ്കിൽ I can't get through it. എനിക്ക് ഓടി തികയ്ക്കുവാൻ കഴിയുകയില്ല. For a 1500 meter race, 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ you need to have a brisk start. നിങ്ങൾ നല്ല രീതിയിൽ തുടങ്ങേണ്ടതായിട്ടുണ്ട്. Go front of the group. ആ ഗ്രൂപ്പിന്റെ മുമ്പിൽ നിങ്ങൾ കടന്നു പോകണം. And then relax and run. എന്നിട്ട് പതുക്കെ സാവകാശം ഓടണം. But for a long race, എന്നാൽ വളരെ ദൂരത്തിലുള്ള ഓട്ട മത്സരമാണെങ്കിൽ what you said, start slow is the right answer. വളരെ പതുക്കെ നമ്മൾ തുടങ്ങുന്ന. For a 24 kilometer race, 24 കിലോമീറ്റർ ഓട്ട മത്സരമാണെങ്കിൽ I need to start slow, then get through it. നാം സാവകാശം തുടങ്ങി അവിടെ എത്തണം. But if it is a 100 meter race, എന്നാൽ 100 മീറ്റർ ഓട്ട മത്സരമാണെങ്കിൽ tell me, brother Sunil, how should I run? Straight away, തുടക്കത്തിൽ തന്നെ വളരെ സ്പീഡിൽ പോകണം. out from the block. തുടക്കം തന്നെ വളരെ പെട്ടെന്ന്. You need to know about the race. നാം ആ ഓട്ട മത്സരം എങ്ങനെയുള്ളതാണ് നാം മനസ്സിലാക്കണം. Then only you can become winner. എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. Some people do not know the race that they are called to run. ചിലർക്ക് അവരെ ഏത് വിധത്തിലുള്ള Hallelujah. I may be called to run the race of a pastor. എന്നെ ഒരുപക്ഷെ ഒരു പാസ്റ്ററുടെ ഓട്ടം ഓടുവാനായിരിക്കാം വിളിച്ചിരിക്കുന്നത്. You may be called to run the race of an evangelist. നിങ്ങളെ ഒരു സുവിശേഷകന്റെ ഓട്ടം ഓടുവാനായിരിക്കാം You may be called to run the race of a prophet. നിങ്ങളെ ഒരു പ്രവാചകന്റെ ഓട്ടം ഓടുവാനായിരിക്കാം വിളിച്ചിരിക്കുന്നത്. You don't run as a pastor. നിങ്ങൾ ഒരു പാസ്റ്ററെ പോലെ ഓടരുത്. I may be running with everybody. ഞാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടായിരിക്കാം ഓടുന്നത്. Because a pastor requires everybody. കാരണം ഒരു ഇടയൻ എല്ലാവരെയും കൊണ്ടുപോകണം. You need to be bold like John the Baptist. നിങ്ങൾ ഒരുപക്ഷെ യോഹന്നാനെ പോലെ നിങ്ങൾ വളരെ ശക്തിയുള്ളവനായിരിക്കും. You need to call somebody looking at somebody and say, brood of vipers. ഒരുപക്ഷെ നിങ്ങൾക്ക് ആളുകൾ നോക്കി പറയേണ്ടി വരും സർപ്പസന്തതികളെ എന്ന്. Nobody will run with you. ആരും നിങ്ങളുടെ കൂടെ ഓടുകയില്ല. But that is your call. അതാണ് നിങ്ങളുടെ വിളി. That is what God called you for running. അതാണ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. I don't know Jeremiah is called to cry and cry and cry. എനിക്ക് അറിയില്ല യെരമ്യാവിനെ വിളിച്ചിരിക്കുന്നത് കരയുവാൻ വേണ്ടിയാണ്. He was called weeping prophet. അതുകൊണ്ട് അദ്ദേഹത്തിനെ കരയുന്ന പ്രവാചകൻ എന്നാണ് പറയുന്നത്. How many of you want to be called a weeping prophet? നിങ്ങൾ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കരയുന്ന പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുവാൻ? I like to be like Isaiah. എനിക്ക് യെശയ്യാവിനെ പോലെ ആകുവാനാണ് ആഗ്രഹം. The most prosperous prophet. വളരെ വളരെ വിലയുള്ള ഒരു പ്രവാചകൻ. That is his call to run. അദ്ദേഹത്തിന്റെ ഓട്ടം അങ്ങനെയായിരുന്നു, വിളി അങ്ങനെ. Jeremiah's call is different. എന്നാൽ യെരമ്യാവിന്റെ വിളി വ്യത്യസ്തമായിരുന്നു. But you and I are called to run the race. എന്നാൽ നാം എല്ലാവരും ഓടുവാനായിട്ട് We need to വിളിക്കപ്പെട്ടവരാണ്. know what race you are called for. ഏത് വിധത്തിലുള്ള ഓട്ടത്തിനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. Are you called to run as a leader? നിങ്ങളെ ഒരു ലീഡറായിട്ട് ഓടാനാണ് വിളിച്ചിരിക്കുന്നത്. You need to run it. എന്നാൽ അതുപോലെ ഓടണം നിങ്ങൾ. Some leaders get really upset of some things. ചില ലീഡേഴ്സ് ചില കാര്യങ്ങളിൽ വളരെ പ്രയാസപ്പെടുന്ന കണ്ടിട്ടുണ്ട്. Pastor, I don't want to run the race. പാസ്റ്റർ, എനിക്ക് ആ ഓട്ടം ഓടുവാൻ താല്പര്യമില്ല. Because I don't like that person and I didn't like what he said. കാരണം എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ല, ആ വ്യക്തി സംസാരിക്കുന്നത് ഇഷ്ടമല്ല. I am stopping the race. ഞാൻ എന്റെ ഓട്ടം നിർത്തുകയാണ്. I'll tell to those type of people, don't stop it. ഞാൻ അങ്ങനെയുള്ള വ്യക്തികൾ പറയാറുണ്ട്, നിങ്ങൾ ഓട്ടം നിർത്തരുത്. You are called to be a leader. നിങ്ങളെ ലീഡറായിട്ട് വിളിച്ചിരിക്കുകയാണ്. Nothing in this world can stop you becoming a leader. ഈ ലോകത്തുള്ള ഒന്നിനും നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല. Many times Aaron came up and told to me. പലപ്പോഴും ആരന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. He calls me Jiju, meaning brother-in-law. അദ്ദേഹം എന്നെ ജീജു എന്നാണ് വിളിക്കുന്നത്. I am tired. ഞാൻ മടുത്തു. I know if he
tells to me that much, how much he will tell his wife Shiny. എനിക്കറിയാം അദ്ദേഹം എന്നോട് അത്രയും പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്തുമാത്രം I need to പറഞ്ഞിട്ടുണ്ടായിരിക്കും. really salute our dear Shiny. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ ബഹുമാനിക്കുന്നു. He is there for setting up, he is there for everything, sweeping, mopping, everything. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റപ്പ് ചെയ്യാനും മറ്റെല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും അദ്ദേഹം പങ്കെടുക്കുന്നു. He tells me, Jiju, I am tired. അദ്ദേഹം എന്നോട് പറയും, ജിജു ഞാൻ മടുത്തു. And that is the time somebody who is called to be an encourager need to encourage them. ആ സമയത്താണ് ഉത്സാഹിപ്പിക്കാൻ കഴിവുള്ള ചിലർ ഉത്സാഹിപ്പിക്കേണ്ട. Some of you are called to be an encourager. നമ്മൾ ചിലരെ ഉത്സാഹിപ്പിക്കുന്നവരായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. Some people in the church are called to be an encourager. നമ്മുടെ സഭയിലെ ചിലരെ ഉത്സാഹിപ്പിക്കുന്നവരായിട്ട് വിളിക്കപ്പെടും. Your race is to encourage somebody. നിങ്ങളുടെ ഓട്ടം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക, There should be പ്രോത്സാഹിപ്പിക്കുക. some Barnabases in our church. നമ്മുടെ സഭയിൽ ചില ബർന്നബാസ്മാരുണ്ട്. What was the role of a Barnabas? എന്താണ് ബർന്നബാസിന്റെ റോള്? He was encouraging Saul. അവൻ ശൗലിനെ ഉത്സാഹിപ്പിക്കുന്ന Saul, വ്യക്തി. you can do it. ശൗലേ നിനക്ക് Saul, you can do it. നിനക്ക് ചെയ്യാൻ Saul, you can do ശൗലേ it. നിനക്ക് ചെയ്യാൻ കഴിയും. Bible says like this. വചനം ഇങ്ങനെ പറയുന്നു. The starting part of Acts of the Apostle. അപ്പോസ്തല പ്രവർത്തികളുടെ തുടക്കത്തിൽ Barnabas and Paul. ബർന്നബാസും Barnabas and Paul. ബർന്നബാസും പൗലോസും. Everybody say Barnabas and Paul. ബർന്നബാസും പൗലോസും. Everybody loudly, Barnabas and Paul. എല്ലാവർക്കും പറയാം ബർന്നബാസും പൗലോസും. An encourager and an evangelist. ഒരു ഉത്സാഹിപ്പിക്കുന്നയാളും ഒരു സുവിശേഷകനും. But after the middle path, എന്നാൽ പകുതി വഴിക്ക് ശേഷം it changed like this. അത് മാറുന്നു. Paul and Barnabas. പൗലോസും Paul and Barnabas. പൗലോസും ബർന്നബാസും. Earlier it was Barnabas and Paul. Then it started becoming Paul and Barnabas. തുടക്കത്തിൽ ബർന്നബാസും പൗലോസുമായിരുന്നു, പിന്നെ അത് പൗലോസും ബർന്നബാസുമായി മാറി. What did the encourager do? എന്താണ് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി He ചെയ്തത്? pushed the Paul friend. അദ്ദേഹം പൗലോസിനെ മുമ്പിലേക്ക് തള്ളി. Till now you are seeing me running and getting motivated. ഇതുവരെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ട് ഓടുകയായിരുന്നു. Sometime I ran with you, I motivated you. ചിലപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ നടന്ന് നിങ്ങളെ ഉത്സാഹിപ്പിച്ചു. Now I'm going behind you and motivating you. എന്നാൽ ഇപ്പോൾ ഞാൻ പിമ്പിലേക്ക് മാറി നിങ്ങളുടെ പുറകെ ഓടി നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. You know I can run faster than Brian and Brian and Brendan. എനിക്ക് ബ്രയനേക്കാൾ ബ്രണ്ടനേക്കാൾ നന്നായിട്ട് ഓടുവാൻ കഴിയും. They said I can't actually. അവർ പറയും എനിക്ക് അങ്ങനെ കഴിയുകയില്ല. But still when I'm 43 I can do that. എനിക്ക് 43 വയസ്സുള്ളപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയും. But when I allow them to run, എന്നാൽ ഞാൻ അവർ ഓടുമ്പോൾ I will run behind them. ഞാൻ അവരുടെ പിന്നിലൂടെ ഓടും. But Brian and Brendan will think Dada is slow and they will run faster. ബ്രിയാനെയും ബ്രണ്ടനും വിളിക്കും, വിചാരിക്കും എന്റെ പിതാവ് വളരെ പതുക്കെയാണ് My ഓടുന്നത്. slow running is motivating them to run faster. എന്നാൽ ഞാൻ പതുക്കെ ഓടുന്നത് അവരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. Hey my church members, I'm telling you a spiritual message. ഞാൻ ഇന്നൊരു ആത്മിക സന്ദേശം പറയട്ടെ. Every time you don't need to run in the front to motivate somebody. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ എപ്പോഴും നിങ്ങൾ മുമ്പിൽ ഓടണമെന്നില്ല. From behind also you can motivate somebody. പുറകിൽ നിന്ന് പോലും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ You കഴിയും. don't need to be on the stage to motivate everybody. നിങ്ങൾ സ്റ്റേജിൽ നിൽക്കണമെന്നില്ല മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ. From behind as well you can motivate somebody. പിന്നിൽ നിന്ന് പോലും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ കഴിയും. But at the end we all need to run the race and we need to be up in heaven. ആത്യന്തികമായിട്ട് നാം എല്ലാവരും ഓട്ടം ഓടി വിജയിക്കേണ്ടത് ആവശ്യമാണ്. സ്വർഗ്ഗത്തിൽ You need to know your surrounding. നിങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ച് നിങ്ങൾക്ക് You ബോധ്യമുണ്ടാകണം. need to know who you are. നിങ്ങൾ ആരും നിങ്ങൾക്ക് അറിയണം. You need to know the rules of the race. നിങ്ങൾക്ക് ഓട്ടത്തിന്റെ നിയമങ്ങൾ അറിയാൻ. And the last one, I'll stop it there before we get into the holy table. അവസാനമായിട്ട് ഞാൻ പറയട്ടെ, You need to know the reward that is kept for us. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. Hallelujah. The reward that is kept for us is so great. നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രതിഫലം അത് വളരെ വലുതാണ്. If you know the reward, നിങ്ങളുടെ പ്രതിഫലം എന്തെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ you will be preparing yourself. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കും. You will be separating yourself. നിങ്ങൾ വേണ്ടവിധത്തിലുള്ള വേർപാട് ആചരിക്കും. You will be getting all the support from everywhere because you know the result. നിങ്ങൾ എല്ലാവരുടെയും പ്രോത്സാഹനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഓടുവാനിടയായി തീരും. I'm telling it to everybody. അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ ഉള്ളൂ. If you know the result, your race will be successfully run. നിങ്ങളുടെ അതിന്റെ പ്രതിഫലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ Hallelujah. 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 How many of you know the result that is awaiting us? നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണ്? നിങ്ങൾ How many of you know the reward that is up for us? നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന്? It is a reward that money cannot buy. Hallelujah. അതിന് വാങ്ങിക്കുവാൻ കഴിയാത്ത ഒരു It is പ്രതിഫലമാണ്. a reward that it will never destroy. അത്
പിശാചിനെ എടുത്ത് കളയുവാൻ വയ്യാത്ത ഒരു പ്രതിഫലമാണ്. It will be the glorious reward from my Creator. അത് നമ്മുടെ സൃഷ്ടാവിൽ നിന്ന് ലഭിക്കുന്ന മഹത്വമുള്ള How പ്രതിഫലമാണ്. many of us know what we are going to get? നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന്? But you need to run the race. എന്നാൽ നിങ്ങൾ ഓട്ടം ഓടേണ്ടത് You ആവശ്യമാണ്. need to run the race successful. നിങ്ങൾ വിജയകരമായ രീതിയിൽ ഓട്ടം ഓടേണ്ടത് Don't give ആവശ്യമാണ്. up. Don't give up. വിട്ടുകളയരുത്. Don't give up because of pastor. പാസ്റ്റർ കാരണം അത് വിട്ടുകളയരുത്. Don't give up because of a believer. മറ്റൊരു വിശ്വാസി കാരണം അത് വിട്ടുകളയരുത്. Don't give up because of the church. സഭ കാരണം വിട്ടുകളയരുത്. Don't believe because of some situation. ഒരു കാരണവും മുഖാന്തരം നിങ്ങൾ അത് വിട്ടുകളയരുത്. Because the reward is greater than anything. കാരണം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം മറ്റെന്തിനേക്കാളും വലിയതാണ്. Sometimes I will push you and run. ചിലപ്പോൾ ഞാൻ നിങ്ങളെ തള്ളിക്കളഞ്ഞു ഓടിയേക്കാം. Because I also like the reward. കാരണം എനിക്കും പ്രതിഫലം ആവശ്യമാണ്. Venkat will say, why pastor you're pushing me? ഞാൻ Because I want to run faster than Venkat. കാരണം ആ വ്യക്തിയേക്കാൾ വേഗത്തിൽ എനിക്ക് ഓടണമെന്ന് ആഗ്രഹമുണ്ട്. Venkat should run faster than me. വെങ്കട്ട് വളരെ വേഗത്തിൽ ഓടുവാൻ ശ്രമിക്കും. Then he will motivate me, I will motivate him. അദ്ദേഹം എന്നെയും ഞാൻ അദ്ദേഹത്തെയും പ്രോത്സാഹിപ്പിക്കാനിടയെത്തി. God is ready to give us a victory. നമുക്ക് നമ്മളെ വിജയികളാക്കുവാൻ ദൈവം Can we stand up to our feet and say, Lord, എഴുന്നേറ്റ് നിൽക്കാം. I am in this race, Lord. ഞാൻ ഈ ഓട്ട മത്സരത്തിലാണ്. I am running the race. ഞാൻ എന്റെ ഓട്ടം ഓടുകയാണ്. I know about Abraham, I know about David, I know about Moses. അബ്രഹാമിനെ എനിക്കറിയാം, മോശെ എനിക്കറിയാം, ദാവീദിനെ കുറിച്ച് എനിക്കറിയാം. I know how about Pastor Binu, I know about Brother Sunil, I know about all my past leaders. എനിക്ക് ഇവിടുത്തെ പാസ്റ്ററെ അറിയാം, ലീഡേഴ്സിനെ അറിയാം. I know what sacrifices that they are doing for running the race. ഓട്ടം ഓടുവാൻ വേണ്ടിയിട്ട് അവരെന്തെല്ലാം ത്യാഗം ചെയ്യുന്നു എന്ന് എനിക്കറിയാം. Help me, Lord, to run the race, Lord. കർത്താവേ എന്നെ സഹായിക്കണമേ ഓട്ടം ഓടുവാൻ. Help me, Lord, to run the race. ഈ ഓട്ടം ഓടാൻ എന്നെ സഹായിക്കണമേ. Nobody should stop me. ആരും എന്നെ നിർത്തുവാൻ ഇടയാകരുത്. You know, everybody here is called to run the race. എല്ലാവരും ഈ ഓട്ടം ഓടുവാൻ വിളിക്കപ്പെട്ടവരാണ്. That's a beautiful statement that I'm making. Everybody in the church is called to run the race. സഭയിലുള്ള എല്ലാവരും ഓട്ടം ഓടുവാൻ വിളിക്കപ്പെട്ടവരാണ്. But the important thing is you need to know which race you are running. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ഏത് ഓട്ടം ഓടുവാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. Are you ready to pray for somebody? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് Are you ready to talk to somebody? മറ്റുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? Even a text message to somebody. ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് അയച്ച ഒരാളെ A ഉത്സാഹിപ്പിക്കാൻ good കഴിയുമോ? morning message every day with a Bible verse. ഒരു വചന ഭാഗം വെച്ചുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കാൻ കഴിയുമോ എന്നും. An email in your spare time to encourage somebody. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് ഒരു ഇമെയിൽ മറ്റുള്ളവർക്ക് അയക്കാൻ കഴിയുമോ? I'll tell you, those will matter a lot. ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സമയം വ്യർത്ഥമാക്കി കളയരുത്. Understand your race. നിങ്ങളുടെ ഓട്ടം എന്താണെന്ന് മനസ്സിലാക്കണം. Understand your race. നിങ്ങളുടെ ഓട്ടം എന്താണെന്ന് മനസ്സിലാക്കണം. Everyone are not called to run faster. എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഓടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. Some have run 30.